നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ enter Narayan from one side on the stage and Sagar from the other. So first ഇനി നമ്മൾ കാണുന്നത് നാരായൺ അടുത്ത ക്യാരക്ടർ. ഇപ്പോൾ നമ്മളുടെ ഗ്രാൻഡ് മദർ സ്റ്റേജിൽ നിന്ന് പോയി അടുത്തതായിട്ട് വരുന്നത് ഗ്രാൻഡ് മദറിൻ്റെ ഗ്രാൻഡ് സൺ ആയ നാരായൺ, സ്കൂൾ ഹെഡ് മാസ്റ്ററായ നാരായൺ ഒരു സൈഡിൽ നിന്ന് വരുന്നു, അടുത്ത സൈഡിൽ നിന്ന് സാഗർ വരുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അവിടെ ഒരു നാടകം പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിനി നാടകം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഓഡിയൻസിൻ്റെ ഒരു ബോറിങ് ആകാതിരിക്കാൻ തന്നെ എന്താ, രണ്ട് സൈഡിൽ നിന്ന് ആൾക്കാർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് രണ്ടുപേര് തമ്മിൽ മീറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിൽ നിന്നാക്കുന്നത്. ഇപ്പോൾ ഒരു സൈഡിലായാൽ എന്താ, അതത്ര സുഖമാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് സൈഡിൽ നിന്നും വരുന്നത്. ദേ മീറ്റ്, എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, സെൻറ്ററിൽ, സ്റ്റേജിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പോഴാണ് ക്ലിയർ കട്ട് വ്യൂ ആവുക. ഓഡിയൻസിനെ സംബന്ധിച്ച് വളരെ ക്ലിയർ ആയിട്ട് ഒരു വ്യൂ കിട്ടുന്നത് ആ സെൻറ്റർ സ്റ്റേജിലായിരിക്കും, സ്റ്റേജിൻ്റെ നടുഭാഗത്ത് നിൽക്കുമ്പോഴായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വെച്ചിട്ട് മീറ്റിംഗ് ഉണ്ടാവുക. പിന്നെ നമുക്കറിയാം നാടകത്തിൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് വോയിസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം മൈക്കിലൂടെ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഹാങ് ചെയ്ത് കിടക്കുന്ന മൈക്സ് യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അത് പ്രത്യേകതരത്തിലുള്ള മൈക്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ അത് അവിടെയുള്ള വോയിസുകളെ അത് സംശീകരിച്ചെടുത്ത് ക്ലിയർ ആയിട്ട് പ്രസൻറ്റ് ചെയ്യും. പക്ഷെ ചില സമയത്ത് അങ്ങനെ പറ്റാത്ത സ്ഥിതിക്ക് രണ്ട് മൈക്കൊക്കെ, 2-3 മൈക്കൊക്കെ വെച്ചിട്ടായിരിക്കും അതിലെ ക്യാരക്ടേഴ്സ് സംസാരിക്കുക. അപ്പോൾ നടന്ന് പറയേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ക്യാരക്ടറിൻ്റെ മൂവ്മെൻ്റ് അവിടെ കുറയും. കാരണം എന്താ, ഈ മൈക്കിലൂടെ ക്യാരക്ടർ നടക്കുമ്പോൾ വോയിസ് കറക്റ്റായിട്ട് എത്താത്ത പ്രശ്നം വരും. അങ്ങനെയുള്ള പല പല ഡിഫിക്കൽട്ടീസ് ഒരു പ്രസൻറ്റേഷൻ, നാടകം അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു സിനിമയേക്കാൾ ഡിഫിക്കൽട്ടാണ് ഒരു നാടകം ക്ലിയർ ആയിട്ട് അത് ഓഡിയൻസിൻ്റെ മുമ്പിൽ ഒരു നാടകകൃത്ത് മനസ്സിൽ കരുതുന്ന രീതിയിൽ അവതരിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. അതിന് കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് ഒരു വ്യക്തി വരുന്നു, അടുത്ത സൈഡിൽ നിന്ന് അടുത്ത വ്യക്തി വന്നിട്ട് അവർ സെൻറ്റർ ഓഫ് ദി സ്റ്റേജിലാണ് അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. ഒക്കെ നോക്കാം, എന്താണ് കോൺവെർസേഷൻ നോക്കാം. വെൽക്കം നാരായൺ പറയുന്നു, വെൽക്കം ടു അവർ വില്ലേജ്, ഐ ആം ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ. അപ്പോൾ എന്താ പറയുന്നത്, നാരായൺ പറയാണ്, ഞങ്ങളുടെ വില്ലേജിലേക്ക് സ്വാഗതം. അപ്പോൾ നാരായൺ അവിടുത്തെ സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി എന്ത്, സാഗർ ഈസ് someone new to that village എന്ന് നാരായണൻ്റെ കോൺവെർസേഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കണ്ടോ, ഡയലോഗ് ഒരു നാടകകൃത്ത് ഡയലോഗ് എഴുതുമ്പോൾ വരെ ശ്രദ്ധിക്കണം. കാരണം എന്താ, ഒരു ഡയലോഗിലൂടെ ഓഡിയൻസിനോട് എന്ത് കൺവേ ചെയ്യാണ് ആ നാടകകൃത്ത്, അടുത്ത ആള് ആ നാട്ടിൽ പുതിയതാണെന്നുള്ളത് ആദ്യത്തെ വ്യക്തിയുടെ ഒറ്റ ഡയലോഗിൽ നിന്ന് കാണികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു നാടകവും ഒരു സിനിമയൊക്കെ എഴുതുന്നവർ നമ്മൾ വിചാരിക്കും ഇത് ഇത്ര വലിയ കാര്യമാണോ? അതേ കാര്യം തന്നെയാണ്. അത് എഴുതുമ്പോഴാണ് അല്ലെങ്കിൽ അത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. അത് ഓരോ സീനും അത്രയധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ്, സിനിമയിലായാലും ശരി നാടകത്തിലായാലും ശരി, വളരെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ഒരു കാണിക്കത് മനസ്സിലാവത്തക്ക രീതിയിലേക്ക് അത് എഴുതാൻ പറ്റുള്ളൂ. സോ നോക്കുക, വെൽക്കം ടു അവർ വില്ലേജ്, ഐ എം ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ. അടുത്ത് നോക്കി, സാഗർ പറയുന്നത്, സാഗർ ഫ്രം ബാംഗ്ലൂർ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, സാഗർ അവിടെ പുതിയ ആളാണ്, അദ്ദേഹത്തിൻ്റെ പേര് സാഗർ എന്നാണ്, അദ്ദേഹം എവിടെ നിന്നാണ്, ഫ്രം ബാംഗ്ലൂർ. പ്ലീസ് ടു മീറ്റ് യു, അത് കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് താങ്കളെ കണ്ടതിൽ സന്തോഷം. Then Narayan, will you join me for a cup of tea? Mr. Sagar, Ramanna's tea shop is just across the road. Please come. നാരായണൻ എന്താ പറയുന്നത്, എൻ്റെ കൂടെ ഒരു ചായ കുടിക്കാൻ വരുന്നോ? അപ്പോൾ അവിടെ നമ്മളെ അടുത്ത കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, രാമണ്ണയുടെ ടീ ഷോപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. രാമണ്ണയുടെ ടീ ഷോപ്പ് ഇതാ ഇവിടെ തന്നെയാണ്. താങ്ക് യു.
ജസ്റ്റ് അക്രോസ് ദ റോഡ്, എന്താ അവിടേക്ക് പോകാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് സാഗർ. താങ്ക് യു താങ്ക് യു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോവുക. എന്തുകൊണ്ടാണ് രണ്ടുപേരും കൂടി പോകുന്നത്? അവിടെ തന്നെ ടീ ഷോപ്പ് കാണിക്കാൻ പറ്റുമോ? ഇല്ല, അവിടെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, സീനും സെറ്റിങ്ങും മൊത്തം മാറണ്ടേ. അവിടെ ടീ ഷോപ്പ് ആവണമെങ്കിൽ ടീ ഷോപ്പിൻ്റെതായ ഒരു സെറ്റിംഗ് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ സീൻ 2 ആക്കുന്നത്. സീൻ 2. അപ്പോൾ അവിടെ കേർട്ടൻ വീഴുന്നു. ഇവർ രണ്ടുപേരും പോകുന്നതിലൂടെ കേർട്ടൻ വീഴാണ്. അടുത്തത് സീൻ 2. കേർട്ടൻ റൈസസ്. സെറ്റ് ഷോസ് രാമണ്ണാസ് ടീ ഷോപ്പ്. അടുത്ത രാമണ്ണയുടെ ടീ ഷോപ്പാണ്. അവിടെ നോക്കുക, അവിടെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുന്ന ഈ ഡയലോഗ്സും ഈ കഥ എഴുതുന്ന ആൾ ഓരോന്നും വിശദീകരിക്കുകയാണ്. ആ ടീ ഷോപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. നോക്കിയാൽ എന്തൊക്കെയാണ്: സ്മോൾ ചെയർഫുൾ ഹോട്ടൽ വിത്ത് 2 tables ആൻഡ് സെവറൽ ചെയർസ്. 2 ടേബിളും കുറച്ച് ചെയറുകളും ഇട്ടിട്ട് ഉള്ള ഒരു ചെറിയ കട. ഞാൻ ഇതിനോടൊപ്പം തന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയണേ. ഇത് വളരെ സിമ്പിളായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു നാടകമാണ്. അപ്പോൾ ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെറിയ വേറെ നിങ്ങളുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷ്വലായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. കാരണം വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ സെറ്റിംഗ് ഒക്കെ വളരെ സിമ്പിളാണ്. മുഴുവനും നിങ്ങൾക്ക് വീട്ടിലാണെങ്കിൽ ഒരു ടീ ഷോപ്പ് ഉണ്ടാക്കാനൊക്കെ വളരെ സിമ്പിളല്ലേ. നിങ്ങൾ ടേബിള് ബെഞ്ചൊക്കെ വലിച്ചിടുക, ഒരു ചെറിയ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വയ്ക്കുക, 2-3 ഗ്ലാസ് വയ്ക്കുക, അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു നാടകം അവതരിപ്പിച്ച് വിടുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും. നോക്കുക, 2 tables ആൻഡ് സെവറൽ ചെയർസ്. പിന്നെ എന്താണ്, ട്രാൻസിസ്റ്റർ റേഡിയോ. ഇപ്പോൾ 2-3 ടേബിളും കുറച്ച് ചെയർസ് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ ഒരു നാട്ടിൻപുറത്തെ ചായക്കടയാണ്. അപ്പോൾ ഒരു ചെറിയ നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ്, സിനിമയിൽ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെ ചായക്കട കാണിക്കുമ്പോൾ തന്നെ ആദ്യം നമ്മളെ കേൾപ്പിക്കുക ചായക്കടയിലെ റേഡിയോയിൽ നിന്ന് വരുന്ന പാട്ട്. ആ പാട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ ചായക്കടയിൽ പഴക്കൊല തൂങ്ങി കിടക്കുന്നു, നിറയെ കുപ്പികൾ, ചില്ലുകുപ്പികൾ നിരത്തി വെച്ചിരിക്കുന്നു അല്ലേ. അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റിംഗ്. ദെൻ ലൈറ്റ്, ഫിലിം മ്യൂസിക് ഉണ്ട്. ഫിലിം മ്യൂസിക് ആണ് ആദ്യം വരുന്നത്. മ്യൂസിക് വരുന്നു. ദെൻ കോൺവെർസേഷൻ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഫിലിം മ്യൂസിക് കൊടുത്തു. ഇവിടെ ദെൻ കോൺവെർസേഷൻ തുടങ്ങുകയാണ്. അപ്പോൾ കോൺവെർസേഷൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ എങ്ങനെയായിരിക്കും, ഇവിടെ സ്റ്റേജ് പൊങ്ങുമ്പോൾ ആദ്യം നമ്മളെ കേൾപ്പിക്കുക ഒരു സിനിമാ ഗാനം ഈ ചായക്കടയിൽ നിന്ന് വരുന്നതായിട്ടാണ് നമ്മളെ കേൾപ്പിക്കുക. അതിനുശേഷം എന്ത് സംഭവിക്കും, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ രാമണ്ണയും സാഗറും ചായക്കടയിൽ ഇരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഇവരുടെ സംസാരം തുടങ്ങുന്നതോടുകൂടി സിനിമാ ഗാനത്തിൻ്റെ ശബ്ദം കുറയും. ബാക്ക്ഗ്രൗണ്ടിൽ വളരെ ചെറിയൊരു വോയിസ് മാത്രമാവും അത്. എന്നാലല്ലേ നമുക്ക് സാഗറിൻ്റെയും നാരായണൻ്റെയും കോൺവെർസേഷൻ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കാം. സാഗർ സിറ്റിംഗ്. യെസ് താങ്ക് യു, ഐ വിൽ ഹാവ് ടീ. അപ്പോൾ എനിക്ക് ചായ മതി. മൂഡ് ഇൻ ടു വില്ലേജ് എ കപ്പിൾ ഡേയ്സ് എഗോ. അപ്പോൾ വില്ലേജിലേക്ക് വന്നത് 2 ദിവസമേ ആയിട്ടുള്ളൂ. കപ്പിൾ ഓഫ് ഡേയ്സ് മീൻസ് 2 days. യു നോ, റെൻറ്റഡ് ഹൗസ് ബിയോണ്ട് ദ മാർക്കറ്റ് പ്ലേസ്. ആ മാർക്കറ്റ് പ്ലേസിൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ബിറ്റ് പ്രിമിറ്റീവ്, കുറച്ച് പഴയതാണ്, ബട്ട് ഇറ്റ് വിൽ ഗോ. കുഴപ്പമില്ല. ചിരിച്ചുകൊണ്ട് പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് പറയണം, ഐ എം ഓൺലി ഹിയർ ഫോർ 6 months. താങ്ക് ഗോഡ്, താങ്ക് ഗുഡ്നസ്, താങ്ക് ഗോഡ് അല്ല, താങ്ക് ഗുഡ്നസ്. അപ്പോൾ എന്താ പറയുന്നു, ദൈവം സഹായിച്ച് ഞാൻ ഇവിടേക്ക് 6 മാസമേ ഉള്ളൂ, രക്ഷപ്പെട്ടു. അപ്പോൾ അയാൾക്ക് എന്താ, ബാംഗ്ലൂർ എന്നുള്ള ഒരു വലിയ സിറ്റിയിൽ നിന്ന് ഈ ഒരു പക്കാ നാട്ടിൻപുറത്തേക്ക് വന്നപ്പോഴുള്ള ബുദ്ധിമുട്ടാണ് അയാൾ പറയുന്നത്. രക്ഷപ്പെട്ട്, ഞാനിവിടെ കുറച്ച് നാളത്തേക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയതിനെന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം, ചായക്കടക്കാരൻ ചായ കൊണ്ട് വെക്കുന്നതിൻ്റെ ഇടയിൽ ഒരു നോട്ട് നോക്കുമല്ലേ, ഇതാണ് ഈ പുതിയ ആൾ, എന്താണ് ചേട്ടാ, ആരാണ് എന്നൊക്കെ പിന്നെ അറിയാനുള്ള ക്യൂരിയോസിറ്റി. ചായക്കട ഒരു മെയിൻ ഗോസിപ്പ് സെൻ്ററാണ്. എല്ലാ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ ഒരു നാട്ടിൻപുറത്ത് പ്രചരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരിക്കും, ഒരു വാർത്താവിനിമയ കേന്ദ്രം പോലുള്ള ഒരു സ്ഥലമാണ് നാട്ടിൻപുറത്ത് ചായക്കട. അതുപോലുള്ളൊരു ചായക്കടയാണിത്. അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മുടെ രാമണ്ണൻ ചോദിക്കുകയാണ്, വൈ 6 months, ഹാവ് യു കം ഓവർ ബിസിനസ്? എന്തെങ്കിലും ബിസിനസ്സിനായിട്ടാണോ താങ്കൾ വന്നത്? എന്താ 6 മാസമേ ഉള്ളൂ എന്ന് പറഞ്ഞത്? ദെൻ സാഗർ വിത്ത് എ സ്നിയർ. സാഗർ അപ്പോൾ ഒരു നോക്കുകയാണ്.
ഇയാൾക്ക് ഇതൊക്കെ അറിയേണ്ട കാര്യം എന്താണെന്നുള്ള രീതിയിൽ ഒരു ഇതോടുകൂടി ഉച്ചഭാഗത്തോടുകൂടി നോക്കിയിട്ട് പറയാണ്, യാ വൈ വിൽ ഐ കം ടു എ സ്ലീപ്പി ലിറ്റിൽ ഡം ലൈക്ക് ദിസ് ഇഫ് ഇറ്റ് നോട്ട് ബിസിനസ്. ഈ ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ഇങ്ങനത്തേക്ക് ഒരു സ്ഥലത്തേക്ക് ആരാ വരാൻ പോണത്? വി ആർ ബിൽഡിങ് എ ഹോട്ടൽ ഹിയർ, എ 5-star ഹോട്ടൽ. അപ്പോൾ എന്താ, ഞങ്ങളിവിടെ ഒരു ഹോട്ടൽ പണിയാൻ പോവാ, ഒരു 5-star ഹോട്ടൽ. അത് കേട്ടതോടുകൂടി രാമണ്ണൻ ടീ സെർവ് ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത്. 5-star ഹോട്ടൽ ഹിയർ ഇൻ അവർ വില്ലേജ്? ഇവിടെയോ ഒരു 5-star ഹോട്ടൽ? ഞങ്ങളുടെ നാട്ടിലോ? സാഗർ വളരെ പ്രൗഡായിട്ട് പറയാണ്, യാ എ ഫാബുലസ് മൾട്ടി സ്റ്റോറീഡ് ഹോട്ടൽ, 300 റൂംസ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, സ്വിമ്മിംഗ് പൂൾ, ഹെൽത്ത് ക്ലബ്, വീഡിയോ വർക്ക്സ്. എൻ്റെ അമ്മ ഇപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു വലിയ ഹോട്ടലാണ്, വളരെ ഫാബുലസ്, ബ്യൂട്ടിഫുൾ, മൾട്ടി സ്റ്റോറി എന്ന് വെച്ചാൽ നിരവധി നിലകളുള്ള ഒരു ഹോട്ടൽ. എത്ര റൂമാണ്? 300 റൂംസ്, 300 റൂം തന്നെയുണ്ട്. ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ഹെൽത്ത് ക്ലബ് ഉണ്ട്, വീഡിയോ, ഇതൊക്കെ ഉള്ളൊരു വലിയൊരു ഹോട്ടലാണ് പറയാൻ പോകുന്നത്. നാരായൺ സർപ്രൈസ്. അപ്പോൾ ഇത് കേട്ടതോടുകൂടി നാരായണനാകെ സർപ്രൈസ്ഡ് ആവാണ്, ഹെഡ് മാസ്റ്റർ ആകെ സർപ്രൈസ്ഡ് ആവാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, ബട്ട് അവേഴ്സ് ഇസ് എ സ്മോൾ വില്ലേജ്, ഓൺലി 500 പീപ്പിൾ ലിവ് ഹിയർ, വാട്ട് വി വിൽ ഡു വിത്ത് എ ഹോട്ടൽ ദാറ്റ് ഹാസ് 300 റൂംസ്. ഞങ്ങൾ ഈ നാട്ടിൽ ഇതിൻ്റെ ഒരു ആവശ്യം എന്താണ്? ഞങ്ങൾ ഈ നാട്ടിൻ പുറത്ത് ആകെ 100-500 പേരേ ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഈ 300 റൂമുള്ളൊരു ഹോട്ടലിൻ്റെ ആവശ്യം എന്താണ്? ഇത്രയും റൂം വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? സാഗർ അഡ്രസ്സിങ് ദ ഓഡിയൻസ്. അപ്പോൾ അത്രയും നേരം രാമണ്ണയുടെ അടുത്തും നമ്മളുടെ നാരായണനോടും നേരെയായിരുന്നു സാഗർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് പറയുമ്പോൾ ഓഡിയൻസിലേക്ക് തിരിഞ്ഞാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നോക്കാം. വില്ലേജ് ഫോക്ക്, ദേ ആർ ഡംപ് ടു നാരായൺ. ടൂറിസം മാൻ, ടൂറിസം റൈസസ് ഫ്രം ദ ചെയർ. വളരെ എക്സൈറ്റഡ് ആയിട്ട്. അപ്പോൾ വില്ലേജ് ഫോക്കോ, ഈ വില്ലേജ് ആളുകൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, അവർ വെറുതെ വേസ്റ്റാണ്. നാരായണനോട് തിരിഞ്ഞിട്ട് എന്താ പറയുന്നത്? ടൂറിസത്തിന് ഉദ്ദേശിച്ചാണിത്. അദ്ദേഹം എക്സൈറ്റഡ് ആയിട്ട്, വളരെ എക്സൈറ്റഡ് ആയിട്ട് ചെയറിൽ നിന്ന് നിൽക്കുകയാണ്. ദിസ് ഈസ് എ ലവ്ലി വില്ലേജ് റൈറ്റ് ഫ്രം ദ മിഡിൽ ഓഫ് എ വാലി. സോ ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജാണ്. വാലിയിൽ നിന്ന് നേരെ കിടക്കുന്ന ഒരു താഴ്വരയിൽ വളരെ സുന്ദരമായ ഒരു വില്ലേജാണ്. ദിസ് റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് എ വാലി. സോ ദിസ് റിവർ that flows through a village, it is the cleansest I have ever seen. നിങ്ങളുടെ ഈ നാട്ടിലൂടെ ഒഴുകുന്ന ആ നദി ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള, ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ് അതിലുള്ളത്. sweeps his arms as he speaks. അപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് കൈയൊക്കെ തിരുമ്മിയിട്ടാണ് പറയുന്നത്. ആൻഡ് the Dharmagiri mountain, such a gorgeous breathtaking view. ഇനി മലമുകളിലേക്ക് പോവുകയാണെങ്കിലോ, അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു gorgeous, such a beautiful view. എന്തൊരു breathtaking view എന്ന് വെച്ചാൽ ശ്വാസം നിന്ന് പോകുന്ന തരത്തിലുള്ള അത്രയ്ക്ക് സൗന്ദര്യമാണ്, അത്ര സുന്ദരമായൊരു വ്യൂ ആണ്. The waterfalls, the trees, the wildlife. ഇപ്പം എന്താ വാട്ടർഫോൾസ് എന്ന് വെച്ചാൽ വെള്ളച്ചാട്ടം, മരങ്ങൾ, വൈൽഡ് ലൈഫ് അല്ലേ, മൃഗങ്ങൾ, മാർവലസ്, സിംപ്ലി മാർവലസ്, ഒന്നും പറയാനില്ല, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ്. ദ പ്ലാൻ ഈസ് ടു ബിൽഡ് എ 5-star ഹോട്ടൽ റൈറ്റ് ഫ്രം ദെയർ ഓൺ ദ ടോപ്പ് ഓഫ് ധർമ്മഗിരി. ഞങ്ങൾ പണിയാൻ പോകുന്ന എവിടെയാണ്? ഈ ധർമ്മഗിരിയുടെ ടോപ്പിലാണ്, ധർമ്മഗിരി മൗണ്ടൻ്റെ മുകൾ ഭാഗത്താണ് ഞങ്ങൾ പണിയാൻ പോകുന്നത്. ഓവർ ലുക്കിംഗ് യുവർ വില്ലേജ്, ഞങ്ങളുടെ വില്ലേജിലേക്ക് നോക്കി നിൽക്കുന്ന രീതിയിലാണ് ഞങ്ങൾ ആ ഹോട്ടൽ പണിയാൻ പോകുന്നത്. പോയിന്റ്സ് ടു ദ മൗണ്ടൻ. ഫാൻറ്റാസ്റ്റിക്, നല്ല രസമായിരിക്കും. നാരായൺ ഷോക്ക്ഡ്. അത് കേട്ടതോടുകൂടി നാരായൺ ആകെ ഷോക്ക്ഡ് ആവാണ്. ദ ഓൺലി കൺസ്ട്രക്ഷൻ വി ഹാവ് ഓൺ ധർമ്മഗിരി ഇസ് ദ ടെമ്പിൾ ബിൽറ്റ് 300 years ago. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആകെ ധർമ്മഗിരി മൗണ്ടൻ്റെ മുകളിലുള്ള ആകെയുള്ളൊരു കൺസ്ട്രക്ഷൻ, ആകെയുള്ളൊരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ടെമ്പിളാണ്. അതും 300 വർഷം മുൻപ് പണിഞ്ഞത്. സോ രാമണ്ണ, ദ മൗണ്ടൻ ഈസ് സീക്രട്ട് ടു അസ്. ഞങ്ങളെ സംബന്ധിച്ച് മൗണ്ടൻ എന്ന് പറയുന്നത് ഒരു പവിത്രമായ കാര്യമാണ്. ദ റിവർ വിച്ച് സ്റ്റാർട്ട്സ് ദെയർ ഫ്ലോസ് ഡൗൺ ആൻഡ് സസ്റ്റെയിൻ അവർ ക്രോപ്സ്. ഈ നദി
നദി, അതിലൂടെ ഒഴുകി വരുന്ന നദിയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ കൃഷിയെ ഒക്കെ നിലനിർത്തുന്നത്. അതാണ് ഞങ്ങളുടെ ജീവിതം നിലനിർത്തുന്ന ആ നദിയാണ്. ഹൗ ക്യാൻ യു ബിൽഡ് എ ഹോട്ടൽ ദെയർ? അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ ഒരു ഹോട്ടൽ പണിയാൻ പറ്റുക? നാരായൺ, ദർ ഈസ് ഓൺലി എ നാരോ വൈഡ് പാത്ത് ടു ദ ടോപ്പ്. അപ്പോൾ അടുത്ത നാരായണൻ്റെ സംശയം ചോദിക്കുകയാണ്. നാരായൺ, ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് എത്താനായിട്ട് ആകെ വളരെ ഇടുങ്ങിയ ഒരു വഴിയാണുള്ളത്. യുവർ വെഹിക്കിൾസ് കനോട്ട് ഗോ അപ്പ്. നിങ്ങളുടെ വണ്ടികളൊന്നും അവിടേക്ക് പോവില്ല. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഹൗസസ്? അത് മാത്രമല്ല, ഇവിടെയുള്ള വീടുകൾക്കൊക്കെ എന്ത് സംഭവിക്കും? ഇൻക്ലൂഡിങ് മൈൻ, എൻ്റെ വീട് ഉൾപ്പെടെ. വിച്ച് ആർ അലോങ് ദ സ്ലോപ്പ്. ഈ താഴ്വരയിലാണ് ഇതൊക്കെ ഉള്ളത്. ഇതിനൊക്കെ എന്ത് സംഭവിക്കും? സാഗർ, there is nothing to worry. I can tell you. The hotel is being built by Dikshit. അപ്പോൾ ഈ ഹോട്ടൽ പണിയാൻ പോകുന്നത്, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഈ ഹോട്ടൽ പണിയാൻ പോകുന്നത് ദീക്ഷിതാണ്. ഹേർഡ് ഓഫ് ഹിം? ദ മില്യനെയർ ഇൻഡസ്ട്രിയലിസ്റ്റ് ഫ്രം ഡൽഹി. അപ്പോൾ ഡൽഹിയിൽ നിന്നുള്ളൊരു വലിയ ബിസിനസ്മാൻ ആണ്. ആൻഡ് ഹി ഹാസ് ദ ഓക്കെ ഫ്രം ഗവൺമെൻറ്റിൽ നിന്നുള്ള പെർമിഷനൊക്കെ അദ്ദേഹം വാങ്ങിക്കഴിഞ്ഞു. ആൻഡ് മൈ ഫേം ഹാസ് ക്ലിഞ്ച് ദ ഡീൽ ഫോർ ബിൽഡിംഗ്. അപ്പോൾ ഞങ്ങളുടെ ഫേമാണ്, ഞങ്ങളുടെ കമ്പനിയാണ് ഈ ബിൽഡിംഗ് പണിത് കൊടുക്കാമെന്ന് കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നത്. സോ എവറിത്തിങ് ഹാസ് ബീൻ, എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഐ ഹാവ് കം ടു ഹിയർ ദ വർക്ക് സ്റ്റാർട്ടഡ്. ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഈ വർക്കൊക്കെ തുടങ്ങാനാണ്. സോ രാമൻ agitated. No one in this village has been told about it. The villagers will not like it. I know they will not. അപ്പോൾ രാമൻ എന്താ പറയുന്നത്? ഇവിടെയുള്ള ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഇവിടെയുള്ള ആർക്കും ഇതിനോട് ഒരു താല്പര്യവും ഉണ്ടാവില്ല. ആരും അറിഞ്ഞിട്ടുമില്ല ഇത്. ആരും ഇത് സമ്മതിക്കാനും ആർക്കും ഇത് താല്പര്യവും ഉണ്ടാവില്ല. സോ സാഗർ ഹോട്ടിംഗ്ലി, ഇഗ്നോറൻസ് മൈ ഡിയർ ഫ്രണ്ട്, ഇഗ്നോറൻസ്, ഇത് അറിവില്ലായ്കയാണ്. The village will not be harmed in any way. Can't you see? ഇത് ഇവിടെ വില്ലേജിനൊന്നും സംഭവിക്കില്ല. When we widen the road and go up to the hill and make a tar road. ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഞങ്ങളൊരു ടാർ റോഡ്, മുകളിലേക്ക് പോകാനായിട്ട് ഞങ്ങളൊരു ടാർ റോഡ് ഉണ്ടാക്കും. സം ഹൗസസ്, സ്വാഭാവികമായിട്ടും കുറച്ച് വീടുകളൊക്കെ പോവും വഴി ഉണ്ടാക്കുമ്പോൾ. ഞങ്ങൾ ഇവിടെ നിന്ന് ടാർ ചെയ്യുമ്പോൾ കുറച്ച് വീടുകളൊക്കെ ചിലപ്പോൾ പോവും. ബട്ട് വി വിൽ കോമ്പൻസേറ്റ് ഹാൻഡ്സംലി. അവരെങ്ങും പോവുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ നല്ലൊരു നല്ലൊരു കോമ്പൻസേഷൻ അവർക്ക് കൊടുക്കും. സോ ഡോണ്ട് വെറി മാൻ, ഇറ്റ് വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ് ലക്ഷറി ഹോട്ടൽസ് ഇൻ ദ കൺട്രി. ഈ കൺട്രിയിലെ തന്നെ ഒരു ബെസ്റ്റ് ഹോട്ടലായിരിക്കും അത്. സോ ടൂറിസ്റ്റ് വിൽ pour into this village, especially rich ones. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ ഇവിടേക്ക് ടൂറിസ്റ്റുകൾ ഒഴുകാൻ തുടങ്ങും. ഇവിടെ വളരെ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരാൻ തുടങ്ങി, എസ്പെഷ്യലി വളരെ റിച്ച് ആയിട്ടുള്ള ടൂറിസ്റ്റുകൾ. സോ നാരായൺ ഡൗട്ട്ഫുള്ളി, വേർ ആർ ദ മെൻ ടു ബിൽഡ് എ ഹോട്ടൽ, വേർ ഇസ് ദ മെഷീനറി? നിങ്ങളീ പറയുന്നുണ്ടല്ലോ ഇത്രയും വലിയ ഹോട്ടൽ നിർമ്മിക്കുന്നു, അപ്പോൾ ഇതിനുള്ള ആളുകളും മെഷീനറിയും ഇതൊക്കെ എവിടെ? സോ സാഗർ ലോഫിംഗ്, ഇറ്റ്സ് ഓൾ അറേഞ്ച്ഡ് മാൻ. ദീക്ഷിത് ഡസ് നോട്ട് വേസ്റ്റ് ടൈം. ഹി ഹാസ് ഇൻഫ്ലുവൻസ്, ഹി ക്യാൻ ഗെറ്റ് തിങ്സ് മൂവിങ്. ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദീക്ഷിത്. ഇതിനെല്ലാനും ദീക്ഷിത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇതൊന്നും ദീക്ഷിത് ഒട്ടും സമയം കളയില്ല. ആൻഡ് ടുമോറോ ലോറീസ്, ട്രക്സ് വിൽ അറൈവ് വിത്ത് സിമെൻറ്റ്, ബ്രിക്സ്, സ്റ്റീൽ, മാർബിൾ ആൻഡ് അതർ തിങ്സ്. നാളെ തന്നെ ഇവിടേക്ക് ലോറികളും ട്രക്കുകളും എല്ലാനും സിമെൻറ്റും ഇഷ്ടികയും എല്ലാം കൊണ്ട് ഇവിടേക്ക്, മാർബിളും എല്ലാം കൊണ്ട് ഇവിടേക്ക് വരും. വി ആർ ബ്രിങ്ങിങ് ദ ലേബേഴ്സ്, ഓഫ് കോഴ്സ്. ഞങ്ങൾ തൊഴിലാളികളെയും കൊണ്ടുവരും. എ ഫ്യൂ ഹൺഡ്രഡ്, 100 കണക്കിന് തൊഴിലാളികൾ. രാമണ്ണ, എ ഫ്യൂ ഹൺഡ്രഡ്, വേർ വിൽ ദേ സ്റ്റേ? അപ്പോൾ ആ നാട്ടിൽ തന്നെ ആകെ 500 പേരേ ഉള്ളൂ. അപ്പോൾ അവിടേക്കാണ് 100 കണക്കിന് തൊഴിലാളികൾ വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും പേര് വന്നാൽ എവിടെ താമസിക്കും? സോ വി വിൽ പുട്ട് അപ്പ് ടെമ്പററി dwellings for them at the foot of the hill, some temporary shacks, no problem. അപ്പോൾ സാഗർ എന്താ പറയുന്നത്? അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ അവർക്ക് താമസിക്കാൻ വേണ്ടി ടെമ്പററി ആയിട്ടുള്ള ചെറിയ dwellings, ചെറിയ ഹൗസസ് പോലെ, ചെറിയ ടെൻറ്റ് പോലെ, ചെറിയ രീതിയിൽ ബിൽഡിങ്സ്, ചെറിയ ടെൻറ്റ്സ് പോലെ ഉണ്ടാക്കും. അതും ഈ താഴ്വരയുടെ താഴത്തായിട്ട് ഉണ്ടാക്കും. സോ സം ടെമ്പററി ഷാക്സ്, നോ പ്രോബ്ലം. അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. നാരായൺ, യു മീൻ യു വിൽ ഹാവ് സ്ലംസ് ഹിയർ? അപ്പോൾ നിങ്ങൾ പറയുന്നത് ഇവിടെ ചേരികൾ ഉണ്ടാക്കാൻ പോവുകയാണെന്നാണോ? സോ അത് കേട്ടപ്പോൾ, ആ വേർഡ് കേട്ടപ്പോൾ അയാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അയാൾ
നെറ്റിച്ച് വിളിച്ചിട്ട് പറയണ, വെൽ that is what they are used to. And they like rats, they live like rats, don't you know? ഇപ്പൊ എന്താ പറയുന്നത്, അവര് പിന്നെ അത് എന്ത് പറയാനാ, അവര് എലികളെ പോലെയാ, അവരങ്ങനെയാണ് താമസിക്കാറ്, നിങ്ങൾക്ക് അറിയാലോ എന്ന് പറഞ്ഞിട്ട് പറയാണ് നാരായൺ. annoyed, Mr. Sagar, I strongly oppose this plan to build a hotel on Dharmagiri. അത് കേട്ടതോടുകൂടി നാരായണനാകെ ദേഷ്യം വന്നു. അപ്പോൾ നാരായൺ ഒരു എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആണ്. സോ ഹീ ഈസ് ജസ്റ്റ് സ്ട്രോങ്ലി അപ്പോസിങ് ആൻഡ് ഗിവിങ് ഹിസ് സ്റ്റേറ്റ്മെൻറ്റ് ടു സാഗർ. ഹി സേസ്, മിസ്റ്റർ സാഗർ, ഐ സ്ട്രോങ്ലി ഒപ്പോസ് ദിസ് പ്ലാൻ. ഞാനിത് വളരെ സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്യാണ്, ഞാനിത് എതിർക്കുകയാണ്. ഇവിടെ ഒരു ഹോട്ടൽ പണിയാൻ പോകുന്നു. ഐ വിഷ് വി ദ വില്ലേജേഴ്സ് ഹാഡ് ബീൻ കൺസൾട്ടഡ് ഫസ്റ്റ്. ഞങ്ങൾ വില്ലേജേഴ്സിൻ്റെ അടുത്ത് ഒന്ന് ആദ്യം ചോദിക്കേണ്ടതായിരുന്നു. മിസ്റ്റർ ദീക്ഷിത് ഷുഡ് ഹാവ് ആസ്ക്ഡ് us വാട്ട് വി ഫെൽറ്റ് അബൌട്ട് ഇറ്റ്. ദീക്ഷിത്, നിങ്ങൾ പറയുന്ന ഈ ദീക്ഷിത് ഞങ്ങളോടൊന്ന് ചോദിക്കേണ്ടതായിരുന്നു, ഞങ്ങൾ ഈ നാട്ടുകാരോടൊന്ന് സംസാരിക്കേണ്ടതായിരുന്നു, ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നതിന് മുൻപായിട്ട്. ഞങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളതെന്ന് ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. സാഗർ contemptuously, don't make me laugh man. അയാൾ വളരെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, എന്നെ ചിരിപ്പിക്കല്ലേ നിങ്ങൾ. മിസ്റ്റർ ദീക്ഷിത് മില്യനെയർ, ഒരു കോടീശ്വരൻ. അദ്ദേഹം ദീക്ഷിത് ഒരു കോടീശ്വരനാണ്, മൾട്ടി മില്യനെയർ ആണ്. അദ്ദേഹം എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പ് ഉള്ളത് നോക്കുക. ഓണർ ഓഫ് 2 dozen സിനിമ ഹൗസസ്. അപ്പോൾ ഒരു ഡസൻ എന്ന് വെച്ചാൽ 12, അപ്പോൾ 24 സിനിമാശാലകളുടെ ഓണറാണ് അദ്ദേഹം. ദെൻ 5 ലക്ഷറി ഹോട്ടൽ, അദ്ദേഹത്തിന് 5 ലക്ഷറി ഹോട്ടൽസ് ഉണ്ട്. ആൻഡ് ദെൻ 3 ഡ്രഗ് കമ്പനീസ്. 3 ഡ്രഗ് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മെഡിസിൻ ആണ്. അപ്പോൾ 3 മെഡിസിൻ ഉണ്ടാക്കുന്ന കമ്പനീസ് ഉണ്ട്. ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ബിസ്ക്കറ്റ് ഫാക്ടറി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസ്ക്കറ്റ് ഫാക്ടറി ഉള്ളത് അദ്ദേഹത്തിൻ്റെയാണ്. ഇങ്ങനെയുള്ള മിസ്റ്റർ ദീക്ഷിത് ഹു ഓൺസ് 5 mansions on different parts of the world. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി 5 വലിയ കൊട്ടാരം പോലുള്ള വീടുകളുള്ള ഇത്രയും കോടിപതിയായ ദീക്ഷിത് നിങ്ങളോട് ചോദിക്കണമെന്നോ? യു വാണ്ട് ഹിം ടു കൺസൾട്ട് യു, നിങ്ങളോട് ചോദിക്കണമെന്നോ? ലുക്ക് മാൻ, ഇറ്റ് ഈസ് ഹിസ് മണി, ഹിസ് ഐഡിയ, ഹിസ് എഫേർട്ട്. യു വില്ലേജേഴ്സ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മൾട്ടി മില്യനെയർ നിങ്ങളോട് വന്ന് അനുവാദം ചോദിക്കണം. ഇത് അദ്ദേഹത്തിൻ്റെ പൈസയുടെയും അദ്ദേഹത്തിൻ്റെ ഐഡിയ ആണിത്, അദ്ദേഹത്തിൻ്റെ എഫേർട്ടാണിത്. നിങ്ങൾക്കതിന് ഒന്നും ചെയ്യാനില്ല. സോ രാമണ്ണയ്ക്ക് അത് കേട്ടപ്പോൾ അത്ര രസിച്ചില്ല, അദ്ദേഹത്തിൻ്റെ ദേഷ്യം വന്നു. So you don't know us. We certainly have something to do with it. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കും ഇതിൽ ചിലതൊക്കെ ചെയ്യാനുണ്ട്.